ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിലിലോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഈവനിങ്ങിലാണ് കേട്ടോ. അതാ ഞാനിപ്പോൾ ഇങ്ങനെ കുളിച്ചൊക്കെ വന്ന് ഇങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. കുറേ വീഡിയോകൾ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലെ ഫൈനൽ. ഇപ്പോൾ ഞങ്ങൾക്കിനി 2 ദിവസം കൂടി, 2 അല്ല, ഇന്നിപ്പോൾ ട്യൂസ്ഡേ, ഫ്രൈഡേ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് കാലിഫോർണിയയിലോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ കുറച്ച് അവസാനത്തെ ഫൈനൽ ഷോപ്പിങ്ങുകളും ഇങ്ങനെ കടകളിലൊക്കെ പോയതിൻ്റെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്തെന്നല്ലാതെ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം കാണുമ്പം എങ്ങനെ അത് നമുക്ക് വീഡിയോ ആക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രോ എടുത്ത് വയ്ക്കാം. അപ്പം ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ പിന്നെ കാണിക്കാമല്ലോ എന്ന് ഞാൻ. അലൻ ബേക്കറി കയറിയിട്ട് കട മൊത്തം മേടിച്ചോണ്ട് പോവാം. ഇതെല്ലാം ഇനി കൊണ്ടുപോകണമെങ്കിൽ ഇവിടുന്ന് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നോക്കട്ടെ. ഇതൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കാം. നമ്മൾ അലുവയും കുറച്ച് ബേക്കറി ഐറ്റംസ്, ഇതുപോലുള്ള ബേക്കറി ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ്. നാട്ടിൽ തിരിച്ചു പോകേണ്ട സമയമായി, അതുകൊണ്ടെല്ലാം മേടിച്ചിട്ട് പോവാം. പാക്കറ്റ് കണക്കിന് വാങ്ങിച്ചിട്ടുണ്ടോ സാധനങ്ങളെല്ലാം? സ്നാക്ക് ഇതെല്ലാം തിന്ന് ശരീരത്തിലോട്ടായിരിക്കും പോണേ. ഇല്ല കേട്ടോ, ഞങ്ങൾക്ക് ഫ്രണ്ട്സിനെല്ലാം ഇവിടെ കൊടുക്കാൻ വേണ്ടിയായി മേടിച്ച് വെച്ചേക്കുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് മാത്രം കഴിക്കാനല്ല. അങ്ങനെ നമ്മുടെ പെട്ടികളെല്ലാം ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലെല്ലാം പക്കാ വെയിറ്റുകളാണ്, കറക്റ്റ് ബോർഡർ വെയിറ്റാണ്. ഒരു പെട്ടിയും കൂടി അവിടെയുണ്ട്. ആ പെട്ടിയിലാണ് ഇനി നമ്മുടെ ഫൈനൽ ടോയ്ലറ്ററീസും പിന്നെ അവസാനം കുറച്ച് തുണികളെല്ലാം അവിടെ കയറ്റാനുള്ളതെല്ലാം അതിൽ കയറ്റണം. ഹലോ, അപ്പോൾ ഇന്നിപ്പം തേഴ്സ്ഡേ ഉച്ച കഴിഞ്ഞ് 1 മണിയോളം ആയി. അപ്പം ഞങ്ങൾ ഇന്നാണ് പോകുന്നത്. നാളെ രാവിലെ 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഫ്ലൈറ്റ്. അപ്പം ലഞ്ച് കഴിക്കാനായിട്ട് പോവാം. എല്ലാവരും റെഡിയായി സെറ്റായി. പെട്ടിയെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തു. പെട്ടിയെല്ലാം ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. ഹോപ്പ്ഫുള്ളി എല്ലാം പോകുന്നു വിചാരിക്കുന്നു. പോവാനായിട്ടുള്ള ഫൈനൽ എല്ലാം, കുഞ്ഞു പെട്ടികളെല്ലാം റെഡി, വലിയ പെട്ടികളെല്ലാം ഇവിടെ റെഡി. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പെട്ടികളെല്ലാം കയറ്റി അവസാനം ഇതുപോലെ ആൾക്കാർ കൊണ്ട്, ഇത് ഇന്നോവയില. ശരി, അങ്ങോട്ട് ഇറങ്ങാട്ടാ. ഏതനെ നിന്നെ നിർത്തത്തില്ല, നീ വരും ഞങ്ങളുടെ കൂടെ. അത് പേടിയാ അപ്പച്ചനോടെ. പാക്ക് ചെയ്തു. നല്ല രാജകീയമായിട്ട് ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. ഞങ്ങൾ രാജകീയമായിട്ട് കൂടും. നമുക്കിങ്ങനെ ഹഗ് ചെയ്തിരിക്കുകയല്ല. മസാല സ്വീറ്റ്. ഒരു ഡിന്നർ എന്ന് പറയാം. ഒരു മസാല ദോശയൊക്കെ, മസാല ദോശയും ചായ കോഫിയൊക്കെ ഉണ്ട്. പാനിപൂരിയുണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ജെഫ്രിയുടെ വീട്ടിലോട്ട് പോവാം. ജെഫ്രി, ശ്വേത, ആപ്ന അവരടുത്തോട്ട് പോകാം.
ഫാമിലി ശ്വേതയുടെ വീട് എത്തി. So nice to see you. How was your trip? Good. Good? Very squishy. മനസ്സിലായോ? ഇത് പിന്നെ നമ്മള് നിർത്തുപോയത്. You got on it? And I ride it. You rode an elephant? Oh my god, how many of you guys were sitting on the elephant? The poor elephant. Huh? Who all sat? 3 of you? Was that mommy and Don't cook the restaurant. together? Yeah. Wait. അതാണോ? ആളെ അറിയാവോ? വണ്ടി കേറത്തില്ല. ആ, അതെ, അതെ. അങ്ങനെ കിട്ടുപോയേ. എന്റെ പൊന്നേ, എത്ര നാളായി കണ്ടിട്ട്. ഹലോ അല്ല, ഞങ്ങളിപ്പോഴേ വന്നോളൂ. ഞങ്ങള് നിങ്ങളെ ഇട്ട് പറ്റിച്ചല്ലോന്ന് വിചാരിച്ചു പോയി. മോളെ കൊണ്ടുവന്നില്ല ജോലി ഞങ്ങൾ ആദ്യം വിചാരിച്ചു നിങ്ങൾ അങ്ങോട്ടേക്കാണ്. നീ ആ കറുകുട്ടിയുടെ അഡ്രസ് അല്ലേ അയച്ചത്? എന്തായാലും ഇവിടെ വെച്ച് കണ്ടത് നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇരിക്കുന്നു. മമ്മിയുടെ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. മോക്കെന്ന് പറഞ്ഞ മോള് വരുമെന്ന് കരുതിയാ മോക്ക് കൊടുത്തേര്. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് പ്രിയയൊക്കെ കണ്ടു. പക്ഷെ വീഡിയോ എടുത്തത് ശരിയായില്ല. എക്സൈറ്റ്മെന്റ് കാരണം. എന്തായാലും പ്രിയയെ ഒന്ന് കാണാൻ പറ്റി. എൻ്റെ കോളേജ് ഫ്രണ്ട് ആയിരുന്നു. അവിടെ നിന്ന് യൂട്യൂബ് ഒന്നും എടുക്കാനൊക്കെ. വേക്കസ്ഫീൽഡിൽ നിന്ന് ഇങ്ങനെ വന്നല്ലോ നമ്മളെ കാണാന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ അവിടുത്തെ പരിപാടിക്ക് കാറ്ററിംഗ് പറഞ്ഞിരിക്കുന്നത് ഈ പുള്ളിയല്ല. പക്ഷേ അവിടെ നമ്മളെ പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. ഇരിക്കണേ നിങ്ങളൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് വരുന്നത്. എല്ലാം എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് പഴയ ഇനി അങ്ങോട്ട് ആ ശരി, ആ ഒരു ചടങ്ങുണ്ട് ഡാൻസ് പഠിക്കാൻ. ഡാൻസ് പഠിക്കുന്നത് അവിടെ അങ്ങനെ പെട്ടികളെല്ലാം എയർപോർട്ടിലെത്തി. പെട്ടികളെല്ലാം റെഡിയാക്കുന്നു. വിളിച്ചാന് ഡ്രൈവറിനെ സെറ്റാക്കുക. എന്നാൽ ശരി എന്നാ ചേട്ടാ, താങ്ക് യു. ചായ കമന്ന് കിടന്ന് കളിക്കുന്നേ. ഇതെന്തുവാ നോക്കി. ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. ഹോപ്പ്ഫുള്ളി എല്ലാം പോകുന്നു വിചാരിക്കുന്നു. ഇതൊക്കെ കാരണം പെട്ടിയെല്ലാം തുറക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം കൺക്ലൂഷനിൽ അവരൊരു ഐഡിയ പറഞ്ഞത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാത്രം അവിടെ ചിലപ്പോൾ ചളങ്ങിയിരിക്കും. വെയിറ്റുകൾ കൂടുതലുണ്ട്. നമ്മുടെ കയ്യിലുള്ള ബാഗുകളിൽ ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്. ഇച്ചിരിയല്ല, ഇച്ചിരി കാര്യമായിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പെട്ടിയിലോട്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ആക്കി സക്സസ്ഫുള്ളി. ഇനി ഒന്ന് മെഷർ ചെയ്തോട്ട് വയ്ക്കട്ടെ. ചിപ്സ് കൊന്നാലും കളയത്തില്ലെന്ന് ജീച്ചാൻ അവിടെ നിന്ന് വാശി പിടിച്ചു. ഞാൻ ചിപ്സ് കളയത്തില്ല. എന്താ ജീച്ചായ ഒന്നും പറയാത്തെ? ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇതിനെ കൊണ്ടൊന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് പറയാം ഞങ്ങൾ അവസാനം. ഓക്കെ. നമ്മളിങ്ങോട്ട് വന്നപ്പം നമ്മുടെ ലാപ്ടോപ്പ് ബാഗ് നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ അത് അവർക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല.
വീട്ടിൽ നിന്ന് 3 മണിയായപ്പോൾ ഇറങ്ങിയതല്ലേ, അങ്ങ് രണ്ടുപേരും മുഷിഞ്ഞു, ഞാനും ചേച്ചാനും മുഷിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ മാറി. എന്തായാലും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടിയിലെ തുണികളെല്ലാം അയച്ചു. ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ലായിരുന്നു, ജസ്റ്റ് വെയിറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ് കുറച്ച് പേ ചെയ്യേണ്ടി വന്നു, എന്നാലും ഇത് കുറച്ചല്ല പേ ചെയ്യേണ്ടി വന്നു. ഒന്നും പറ്റിയില്ല. How can I help you? madam. Thank you, ma'am. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗേറ്റിൽ വന്നിരിക്കുക. സെക്യൂരിറ്റി ചെക്ക് അതിനേക്കാൾ തമാശയായിരുന്നു. ജീച്ചാൻ ക്യാമറ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ പുറത്തെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊന്നും പുറത്തെടുത്ത് വെച്ചിട്ടില്ല, ഞങ്ങളെല്ലാം പെട്ടിയിൽ തന്നെ വെച്ചു. അങ്ങനെ പെട്ടിയെല്ലാം സൈഡിലോട്ട് മാറ്റി വെപ്പിച്ചിട്ട് അവർ ചെക്ക് ചെയ്യിപ്പിച്ചു. സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന ആൾ ജീവിതം മടുത്ത് അവിടെ പോയി അവസാന സൈഡിൽ പോയി ഇരിക്കുന്നത് കണ്ടു. ഇനിയിപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇവിടുന്ന് ദുബായിലോട്ടാണ്, ദുബായിൽ നിന്ന് ലോസ് ഏഞ്ചൽസ്. ഞങ്ങളിങ്ങനെ ബോറടിച്ചതല്ലോ, ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതുപോലെ ടയേർഡായി. നമുക്കിനി ബോർഡിങ് തുടങ്ങാൻ ഓൾമോസ്റ്റ് 1 hour ഉണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു പോയി മേളിൽ കാഫറ്റേരിയ ഉണ്ട്, അപ്പോൾ പിന്നെ അവിടെ പോയി കുടിക്കാമെന്ന് കരുതി. ഇവിടെ വെക്കിയ ചിലപ്പോൾ ക്ലോസ് ആയി പോയാൽ കുലുക്ക് നടക്കിനി. സ്ട്രോബെറി ബോബാറ്റി, മിൽക്ക് ബോബാറ്റി. സ്ട്രോബെറി ടീ ആരെങ്കിലും സ്ട്രോബെറി ടീയോ? ഈ ചേട്ടനെ എല്ലാം കൊച്ചു വെള്ളം കുടിപ്പിച്ച്, വരുന്ന ചേട്ടനെ വെള്ളം കുടിപ്പിച്ച്. അങ്ങനെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അതുകൊണ്ട് സമയമെടുക്കും, അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കും. വെരി ഫ്രസ്ട്രേറ്റഡ്. So tired. Morning. എത്ര ടയേർഡ് ആണെങ്കിലും ചിരിച്ചു വെച്ചോളൂ. ബാഗേജിന് പൈസ ഒക്കെ കൊടുത്തിട്ടിരിക്കാൻ. ആരോ കൊടുത്ത ടീച്ചറിനെ കൊടുത്തേ, അവർ പറഞ്ഞപ്പോൾ ഉടനെ എടുത്തും കൊടുത്തു. 500 രൂപയുടെ സാരിക്ക് കൊച്ചു 10,000 രൂപ കൊടുത്തു. 500 രൂപ സാരിക്ക് 1 ലക്ഷം രൂപ കൊടുക്കും. നമ്മൾ എന്താ തിരുവനന്തപുരം എടുക്കാതെ ലാഭിച്ച പൈസ അല്ല ഇതിനകത്ത് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ദുബായിലെത്തി. മൊത്തത്തിൽ ചത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു എല്ലാവരും. ഉറങ്ങിയത് മതിയായിട്ടില്ല, പക്ഷേ പ്ലെയിൻ ലാൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഇറങ്ങുന്നതാണ്. അങ്ങനെ ദുബായിൽ എത്തി. 100 എക്സ്റേ റെയിലൂടെ പോയി. എന്തായാലും കഴിഞ്ഞു, ഗേറ്റിൽ വന്നു. ജീവിതം മടുത്തിരിക്കുന്നു ടീച്ചേ. എന്തോ നല്ലതാ, എല്ലാം ശുഭമായിട്ട് വരുമെന്ന്. എഡിറ്റ് ചെയ്തിട്ട് 2 മൂക്കിൽ പഞ്ഞിയും കൂടെ ഉണ്ട്. തിന്നുക, മറക്കുക. അങ്ങനെ ലോസ് ഏഞ്ചൽസിൽ ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷന് ഏറ്റവും ലാസ്റ്റിൽ നോക്ക് എന്തുമാത്രം ആൾക്കാരാണ് നോക്ക്. നന്നായിക്കാട് ഇതെല്ലാം കഴിഞ്ഞിനി ഞങ്ങളൊന്ന് റെസ്റ്റ് റൂമിലോട്ടൊന്ന് പോയതായിരുന്നു. പിന്നെ പെട്ടികളെല്ലാം കെട്ടി, ഇനി ഇത് തള്ളി അങ്ങ് നമുക്ക് പുറത്തെത്തിക്കണം. അപ്പോഴേക്കും രഞ്ജിത്ത് വരും. ഇങ്ങനെ തിരക്കാം. രഞ്ജിത്തിനെ
കൈ എടുത്ത് കാണിക്കുകയാണ്. കാരണം ഇവിടെ ഇങ്ങനെ കുറേ നേരം നിർത്തിയേക്കാൻ സമ്മതിക്കത്തില്ല വണ്ടി. നിങ്ങളുടെ 1 മണിക്കൂർ പോകും, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങള് എല്ലയിൽ ലാൻഡ് ചെയ്തു. രഞ്ജിത്ത് വിളിക്കാൻ വന്നായിരുന്നു. പിന്നെ പെട്ടിയെല്ലാം വണ്ടിയിൽ പാക്ക് ചെയ്ത് ഞങ്ങൾ രഞ്ജിത്തിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി ഞങ്ങൾക്ക് ആക്ച്വലി വീട്ടിൽ ചെന്നിട്ട് വേറൊരു പരിപാടിയുണ്ട്. ഞങ്ങൾ വേറൊരു പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. നടക്കോ ഇല്ലേന്ന് അറിയത്തില്ല. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ 8 മണിയാവും. യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു. ഫുൾ ഉറക്കം തന്നെയായിരുന്നു. ഞാനും ചേച്ചാലും ഫുൾ ഉറക്കമായിരുന്നു. പിള്ളേർ പിന്നെ ഉണർന്നത്. ഫുൾ ഉറക്കം തീറ്റി. ഇടയ്ക്ക് തീറ്റി ഉറക്കം. അവസാനം അവിടുത്തെ എന്താ എയർ ഹോസ്റ്റസ് ഒക്കെ ഇങ്ങനെ ചീച്ചനൊക്കെ ഒടിച്ചുണർത്തി അങ്ങനെ ചീച്ചനെ കണ്ടിട്ട് കഴിക്കാൻ കൊടുക്കാതിരിക്കാനും അവർക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. ഇനി എന്തെങ്കിലും നടക്കുവാണെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി വീട്ടിൽ ചെന്ന് സ്ക്രാച്ചിയെ കാണാം. സ്നോയെ ഇന്ന് പിക്ക് ചെയ്യത്തില്ല, സ്നോയെ നാളെയാ പിക്ക് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൂടെ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. സ്നോയെ വന്നിട്ട് ഞാനൊരു ക്ലിപ്പ് എടുക്കാൻ നോക്കട്ടെ. ഡബിൾ ലെയർ ഇടയ്ക്കൊരു വലിയൊരു ഗ്യാപ്പ് കണ്ണാടി. അല്ല ചേരുന്നുണ്ട്. എന്റെ കണ്ണാടി അടുത്ത് പറയത്തേ ഇല്ല. ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന പാട്ട്. ഉറങ്ങാതിരിക്കാൻ കാണിക്കുന്ന വേലത്തരങ്ങളൊക്കെ കണ്ട. സുപ്രഭാതം സോങ്. വീഡിയോ എടുക്കുമ്പോ ഓണാന്നിരിക്കുമോ നോക്കാം. ഫുൾ സുഖമായിട്ട് കണ്ണു അടച്ചു കിടന്നങ്ങ് ഉറങ്ങുവാ വണ്ടി ഓടിക്കുമ്പോ. ഇപ്പോഴും ഒത്തു കിടന്നുറങ്ങുക. വീടെത്തിയല്ലോ. ഡാഡി അതെങ്ങനെ അവിടെ വീണ ഡാഡി? ഇവിടെ എങ്ങനെയോ വീണു. ഓ അങ്ങനെ വീട്ടിൽ എത്തിയപ്പം ഏറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ സ്ക്രാച്ച് കരഞ്ഞുകൊണ്ട് വന്നു, നമ്മളെ സ്വീകരിച്ചു. അങ്ങനെ സ്നോയും ഉള്ളപ്പോൾ അങ്ങനെ വരുത്തമൊന്നുമില്ലായിരുന്നു. നമ്മളെപ്പോഴും ഉള്ളപ്പോഴൊന്നും വരുത്തമൊന്നുമില്ല. ഇന്നിപ്പം കാണാതിരുന്ന് കണ്ടപ്പം കരഞ്ഞുകൊണ്ട് വന്നു എന്തായാലും. പിന്നെ ഇനിയിപ്പോൾ ഉള്ള പരിപാടി ആകെ വീട്ടിൽ പറ്റിയ പ്രശ്നം എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മിററ് ഇവിടെ ഭിത്തിയിൽ ഫിക്സ് ചെയ്തിരുന്നത്. ഇത് എങ്ങനെ ഇളകിയതാണെന്ന് അറിയത്തില്ല. അത് താഴെ വീണ് ഇവിടെ 3 ക്യാൻഡിൽ സ്റ്റാൻഡ് ഇരിപ്പുണ്ടായിരുന്നു ഗ്ലാസിൻ്റെ. അത് എല്ലാം പൊട്ടിപ്പോയി. ആ 3ഉം പൊട്ടിപ്പോയി. ഭാഗ്യത്തിന് ഇത് പൊട്ടിയിട്ടില്ല, ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടില്ല. വണ്ടിക്കകത്ത് കിടക്കുന്നേ ഉള്ളൂ. ഇനി പെട്ടികൾ ഓരോന്നും എടുക്കണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, നമുക്ക് ഒരു ഫാമിലി നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇന്ന്. 7 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. ഇപ്പോൾ 8 മണിയായി സമയം. ഇനി വേഗം ഒന്ന് കുളിച്ച് റെഡിയായിട്ട് അവിടെ പോകണം. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ അടുത്ത ദിവസമാണ്. സ്നോയെ പിക്ക് ചെയ്യാനായിട്ട് പോവാം. സ്നോയെ 7:30 കഴിയുമ്പോൾ റെഡിയാക്കി നിർത്താമെന്ന് പറഞ്ഞു. മുടിയൊക്കെ വെട്ടി സ്നോയുടെ ഞങ്ങളിപ്പോൾ കൊടുത്തേക്കുന്നവർ മുടിയൊക്കെ വെട്ടും.
ട്രിപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി വെക്കാന്നൊക്കെ പറഞ്ഞു. സ്നോയുടെ സൗണ്ടാ അല്ലേ? സ്നോയ് Snowy baby! Hi! Snowy baby! Glad you guys made it back safe. താങ്ക് യു സ്നോയുടെ സന്തോഷം. ആ ബെഡിലുണ്ടാടീന്, ആ ബെഡ് കൊള്ളത്തില്ല. സ്നോയ് ബേബി വിഷ് ചെയ്തായിരുന്നു. അവിടെ മനസ്സിലായാടന. ആദ്യം കുറച്ചപ്പോ വിളിച്ചു മനസ്സിലായില്ലെന്ന്, പിന്നെ മനസ്സിലായി. നമ്മുടെ സ്നോയ് ബേബി തിരിച്ചു വന്നിരിക്കുന്നു. ആദ്യം ഗേറ്റിന്റെ വെളിയിൽ ഞങ്ങളെ കണ്ട് കുറച്ചു, പിന്നെ എനിക്കൊന്ന് ഞങ്ങളുടെ സ്മെല്ലൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് പണ്ടത്തെ പാർട്ടീസ് തന്നെയാണെന്ന് മനസ്സിലായി. ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഞങ്ങളുടെ നാട്ടിലെ വീഡിയോസ്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ ഡാഡി. ബൈ. എടുത്തു വന്നു. രീതിയുടെ പുറത്തൊക്കെ മനസ്സിലായില്ലേ? ഞാനിത് പോലെ